നമ്മൾ ഇന്ന് കാണുന്ന കൂർത്ത തൊപ്പിയണിഞ്ഞ് ചൂലിൽ പറന്നു പോകുന്ന മന്ത്രവാദികൾ എങ്ങനെയുണ്ടായെന്ന് നിങ്ങൾക്കറിയാമോ? ചരിത്രപരമായി ഈ പറക്കുന്ന സങ്കല്പം ആദ്യമായി രേഖപ്പെടുത്തുന്നത് 15-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിലാണ്. മന്ത്രവാദികളെ വേട്ടയാടിയ കാലമായിരുന്നു അത്. പണ്ടുകാലത്ത് പ്രത്യേകിച്ചും ഗ്രാമീണ യൂറോപ്പിൽ ചില പുരാതന കാർഷിക ആചാരങ്ങൾ നിലവിലുണ്ടായിരുന്നു. കൃഷിയിടങ്ങളിൽ മെച്ചപ്പെട്ട വിളവ് ലഭിക്കാൻ വേണ്ടി ആളുകൾ നീളമുള്ള വടികളിലോ കൈപ്പിടിയുള്ള ഉപകരണങ്ങളിലോ കയറി നിന്ന് വയലിലൂടെ ചാടി ചാടി സഞ്ചരിച്ചിരുന്നു. എത്ര ഉയരത്തിൽ ചാടുന്നുവോ അത്രയും ഉയരത്തിൽ വിളവ് ലഭിക്കുമെന്നാണ് അവർ വിശ്വസിച്ചത്. എന്നാൽ ക്രിസ്ത്യാനിറ്റിക്ക് ഈ പുറംജാതി ആചാരങ്ങൾ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. നിയമപാലകർക്ക് ഇത് ദുർമന്ത്രവാദികൾ ആകാശത്തേക്ക് പറന്നുയരുന്നതായി തോന്നി. അങ്ങനെ കാർഷികാനുഷ്ഠാനങ്ങളിൽ ഉപയോഗിച്ച വടി പതിയെ മന്ത്രവാദിയുടെ പറക്കും ചൂലായി മാറി. മറ്റൊരു സിദ്ധാന്തം മന്ത്രവാദികൾ ഉപയോഗിച്ചിരുന്നതായി കരുതപ്പെടുന്ന പറക്കും എണ്ണകളെ കുറിച്ചാണ്. ഈ എണ്ണകളിൽ ഭ്രാന്തിളകിക്കുന്ന ചില സസ്യങ്ങളുടെ സത്ത് ചേർത്തിരുന്നു. ബെല്ലഡോണ, ഹെൻബെയിൻ തുടങ്ങിയ വിഷച്ചെടികളാണ് ഇതിൽ പ്രധാനം. ഈ എണ്ണ ശരീരത്തിൽ തേക്കുകയോ ചൂലിൽ പുരട്ടി അതിൽ ചാരി നിൽക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മയക്കത്തിൽ അവർ ആകാശത്തിലൂടെ പറക്കുന്നതായി ഹാലൂസിനേഷൻ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ കാലക്രമേണ ഈ അനുഭവം മന്ത്രവാദികൾ ചൂലിൽ പറന്നിരുന്നു എന്ന സങ്കല്പത്തിലേക്ക് വഴിമാറി. 15-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഈ ചിത്രം പിന്നീട് യൂറോപ്പിലുടനീളം പ്രചരിച്ചു. ഫ്രാൻസിസ്കോ ഗോയ പോലുള്ള പ്രശസ്തരായ ചിത്രകാരന്മാർ തങ്ങളുടെ സൃഷ്ടികളിൽ ഈ ചൂൽ സവാരി ചെയ്യുന്ന മന്ത്രവാദികളെ ഉൾപ്പെടുത്തി. 20-ാം നൂറ്റാണ്ടിലെത്തിയപ്പോൾ സിനിമകളും പുസ്തകങ്ങളും ഹലോവിൻ ആഘോഷങ്ങളും ഈ ഭയപ്പെടുത്തുന്ന രൂപത്തെ ഒരു തമാശയും വിനോദവുമുള്ള സങ്കല്പമാക്കി മാറ്റി. അങ്ങനെ വിളവെടുപ്പിനായുള്ള ഒരു പുരാതന വടിയും ഭ്രാന്തിളകിക്കുന്ന എണ്ണകളും മന്ത്രവാദിനി വേട്ടയുടെ ഭയവും എല്ലാം കൂടിച്ചേർന്ന് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രശസ്തമായ ചൂലേറിയ മന്ത്രവാദിനി പിറവിയെടുത്തു. കാര്യം ഇങ്ങനെയൊക്കെ ആയാലും യഥാർത്ഥത്തിൽ ചൂലേറി പറക്കുന്ന മന്ത്രവാദികൾ ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള അധികമാർക്കും അറിയാത്ത യഥാർത്ഥ കഥകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.